ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എത്തുന്ന ബ്ലാസ്റ്റേഴ്സ് ഗെയിം പ്ലേ ആയിട്ടാണ്. നമുക്ക് ഒട്ടും കാമകളെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ഞാൻ കോനയ്ക്ക് പകരം ഈ ഹക്കൂനെയാണ് ഇറക്കിയിരിക്കുന്നത് വെച്ചാൽ കോനയ്ക്ക് ചെറിയൊരു ഇഞ്ചുറി പ്രോബ്ലമാണ് ഇന്നത്തെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബംഗളൂരു ആണ് ബ്ലാസ്റ്റേഴ്സ് വാസസ് ബംഗളൂരു എഫ് വാച്ച്. നമുക്ക് കാണാം ആര് ജയിക്കുമെന്ന്. അതിനകത്ത് പാസ് കളിക്കാൻ വളരെ കഷ്ടപ്പാടാണ്. അതിൽ ബംഗളൂരു ക്വിക്ക് കൗണ്ടർ, ഒരു ഫൗൾ കൺസിഡർ ചെയ്യുന്നു അവിടെ വീണ്ടും ജസൽ കാർട്ടേറോ. ഡേഞ്ചറസ് ഒന്നും ഇല്ലാത്തൊരു കോർണർ ഫ്രീ കിക്ക് ആയി മാറുന്നു. വീണ്ടും ആൽബിനോ ഗോമസിന്റെ ഗോൾ കിക്ക്. അത് പിടിച്ചത് ബംഗളൂരു എഫ് സി പ്ലേയറിന്റെ മുന്നേറ്റമാണ്. ബംഗളൂരുവിന്റെ മുന്നേറ്റം. ഓ ഡേഞ്ചറസ് കൗണ്ടർ. വാ, ബംഗളൂരു ആദ്യ ഗോൾ നേടുന്നു. ഗോൾ സ്കോർ ചെയ്യുന്നു ബംഗളൂരു എഫ് സി. നല്ലൊരു ഗോൾ തന്നെയായിരുന്നു രണ്ട് ഭാഗത്തും. അത് അങ്ങോട്ടൊക്കെ അല്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ ഭയങ്കര ഒരു ഹാർഡിലാണ് ഞാൻ ഈ ഗെയിം കളിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒട്ടും ചെയ്യാൻ കഴിയാത്തത്. വേറെ വഴിയില്ല. വീണ്ടും ഒരു ത്രോയിങ് അവിടെ കൺസിഡർ ചെയ്യും. സത്യാസിങ്ങിന്റെ കൗണ്ടർ ബ്യൂട്ടിഫുള്ളായി. സഹലിന് നല്ലൊരു ത്രൂ ബോളായിരുന്നു കൊടുത്തത്. പക്ഷേ ഗോൾ കീപ്പർ കുറിപ്പ് ചെയ്തത് അത് ഓടി വന്ന് സഹലിന് കൊടുക്കാതെ അത് കളയുകയാണ് ഗൈസ് ചെയ്തത്. വീണ്ടും നമുക്ക് നോക്കാം ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റം എന്ത് പറ്റും. ഞാൻ അങ്ങോട്ടൊക്കെയാണ് ഇടാൻ ശ്രമിച്ചത്, പക്ഷെ നടന്നില്ല. വീണ്ടും സഹൽ അബ്ദുൽ സമദിന്റെ മുന്നേറ്റം. സഹലിന്റെ ഗോളിൽ ബ്ലാസ്റ്റേഴ്സ് സമനില പിടിക്കുന്നു. സഹൽ അബ്ദുൽ സമദിന്റെ ഗോളിൽ ബ്ലാസ്റ്റേഴ്സ് സമനില പിടിക്കുന്നു. നല്ലൊരു ഗോൾ തന്നെയായിരുന്നു സഹൽ അബ്ദുൽ സമദ് നമ്മൾ കണ്ടത്. ഇപ്പോൾ സൂപ്പർ ഗോൾ എന്നാണ് പറയാം ഗൈസ്. നല്ലൊരു 1-1 ബംഗളൂരു 1 KBFC 1. വീണ്ടും ഫാക്കോണ്ടോ പെരേര മുന്നേറ്റമാണ്. സഹലിലേക്ക് ലോങ് കിടിലൻ പാസാണ്. ഓ പോസ്റ്റ്. വീണ്ടും വേറിട്ട ഗോൾ നേടുന്നു. ഞാൻ പോസ്റ്റ് തട്ടുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ റീബൗണ്ട് സഹലാന്ത. അപ്പോൾ ആദ്യത്തെ ഒന്ന് പോസ്റ്റ് തട്ടി രണ്ടാമത്തെ റീബൗണ്ട് അനായാസം സഹൽ അബ്ദുൽ സമദ് ഗോളിലേക്ക് ആക്കുന്നു. ഗോൾ പോസ്റ്റിലേക്ക് തുളച്ചിടുന്നു എന്ന് വേണം പറയാം. 2-1 കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡ് ചെയ്യുന്നു ആദ്യ പകുതിയിൽ. സഹലാണ് ഇരട്ട ഗോൾ നേടിയത്. വീണ്ടും ഹാഫിൽ 47% പൊസിഷൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. 53 അവരുടെ 53% പൊസിഷൻ ബംഗളൂരിൻ്റെ ഉണ്ടായിരുന്നു. ടോട്ടൽ ഷോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ 3 എടുത്തു, ബംഗളൂരു 1. ഷോട്ട് ഓൺ ടാർഗറ്റ് ബംഗളൂരു 1, കേരള ബ്ലാസ്റ്റേഴ്സ് 2. പാസ് കംപ്ലക്ഷൻ 58-88. ടാക്കിൾ ഒക്കെ നോക്കുവാണെങ്കിൽ 6-1. ഫൗൾസ് 1, ഓഫ് സൈഡ് ഒന്നുമില്ല. ഓക്കെ, നമുക്ക് രണ്ടാമതിലേക്ക് ഓർഡർ തന്നെ പോവാം. ബംഗളൂരു ടച്ചാണ് രണ്ടാം പകുതിയിൽ. വളരെ ഡേഞ്ചറസ് ആണ്. എന്തുകൊണ്ട് നടക്കാത്തിരിക്കണ്ടേ. അപ്പം നല്ല പാസിങ്ങാണ് ഇപ്പോൾ ചെയ്യുന്നത്.
ഗോൾ കീപ്പർ അനായാസം അത് വീണ്ടും ക്യാച്ച് ചെയ്തു. രക്ഷപ്പെടുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. നല്ലൊരു ബോൾ കിക്കാണ് എടുത്തിരുന്നത്. അൽവിനോന്റെ കിക്ക്. ഓ അതാ ബ്ലണ്ടർ മിസ്റ്റേക്കായി മാറുന്നു. ഒരു ഫൗൾ ചെയ്യുന്നു. ഒരു ഫൗൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്താണിത് മോനെ? ഇതെന്താണ് മൊത്തം ഈ മടയിലാണ് എത്തുന്നത്? സംഭവം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മാറി പിന്നെ ഇത്ര കാണും. കുഴലും പാസ്. ഒരു ഫൗൾ. റെഡ് കാർഡ്. സെർജിയോ റോഞ്ച് റെഡ് കാർഡ് വരെ കിട്ടി. കാഴ്ച എന്ത് ചെയ്യാൻ? സെർജിയോ റോഞ്ച് റെഡ് കാർഡ്. ബംഗളൂരു ഫ്രീ കിക്ക്. എന്താണ് ഇപ്പം നടന്നത്? ഇപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയർ തന്നെ ഒരു സെൽഫ് കൊടുക്കുന്നത്. ഞാൻ അടി സ്ഥലം മാറിപ്പോയത് തന്നെയാണ് ഗൈസ്. എന്തായാലും ഇപ്പം നടന്നത്. രണ്ടാമതുള്ള കാര്യയുടെ അവസരം നമുക്ക് കിട്ടിയില്ല. അതൊന്നും എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമുക്കെടുത്ത് അവന്മാർ നല്ല ഡിഫെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. ഓ, ഫുൾ ടൈം കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുന്നു. ബംഗളൂരു FC ആയിട്ടുള്ള മത്സരത്തിൽ 2-1 സ്കോറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും വിജയിച്ചിരിക്കുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിനി അടുത്തൊരു ഗെയിമിലായി വരുന്നവരെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.